ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അമേസിങ് സീക്രറ്റ്സ് ഓഫ് ബ്യൂട്ടി. ഇന്നിപ്പോൾ ഇവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. രസം കറി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചേക്കാണ്. ഒരു വലിയൊരു ടൊമാറ്റോ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു പകുതി പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്, പിന്നെ കായപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മസാലകൾ മഞ്ഞൾമുളക്, മല്ലി, കുരുമുളക്, ഇത്രയും വേണം. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ചൂടായി വന്ന ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് കടുകിട്ട് പൊടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടി വന്ന ശേഷം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി അതിലേക്കിട്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്. കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുക്കുന്നത്, അതൊരു 1-2 സ്പൂൺ ഇടാം. ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വന്ന ശേഷം കുറച്ച് മല്ലിയിലയും കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ രസം തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇട്ടത് തന്നെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.